UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ വാഗ്ദാനത്തിന് പച്ചക്കൊടി കാട്ടി. ഇതോടെ ആശങ്കയിലായിരിക്കുന്നത് KSRTC ജീവനക്കാരും സ്വകാര്യ ബസ് ഉടമകളുമാണ്. വീണ്ടും ശമ്പളം ഉൾപ്പെടെ മുടങ്ങിയേക്കുമോ അതോ കുടുംബം വഴിയാധാരമാകുമോ എന്നൊക്കെയുള്ള വേവലാതികളാണ് ജീവനക്കാർ പങ്കുവെക്കുന്നത്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്താതെ പദ്ധതി എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് തല പുകയ്ക്കുകയാണ് അധികൃതർ. മെയ് 8 മുതൽ 5 ദിവസം KSRTC സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാരുടെ എണ്ണം എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്നും എത്രത്തോളം സാമ്പത്തിക സഹായം സർക്കാർ നൽകേണ്ടി വരുമെന്നതും സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നത് പോലെ സ്വകാര്യ ബസ്സുകളിലും അനുവദിച്ചാൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന സ്ത്രീകൾ സൗജന്യ യാത്ര സ്വീകരിച്ചാൽ ബസ് വ്യവസായം പൂട്ടേണ്ടി വരുമെന്നും അവർ പറയുന്നു. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. പദ്ധതി നടപ്പാക്കിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം എന്നതാണ് ആശങ്കകൾക്കുള്ള പ്രധാന കാരണം. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വലിയ വരുമാന മാർഗങ്ങളുണ്ട്. എന്നാൽ അത് കേരളത്തിലില്ല. നിലവിൽ ഒരു ദിവസം KSRTCയുടെ വരുമാനം 8 കോടി രൂപയാണ്. എല്ലാ ക്ലാസുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിദിന വരുമാനത്തിൽ 3.2 കോടിയുടെ കുറവുണ്ടാകും. പ്രതിമാസ ബാധ്യത 96 കോടിയും. നിലവിൽ പ്രതിദിന വരുമാനം 8 കോടിയാണ്. പെൻഷൻ 80 കോടിയും ശമ്പളത്തിന് 50 കോടിയും പ്രതിമാസം സർക്കാർ നൽകുന്നത് കൊണ്ടാണ് 1-ാം തീയതി ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയുന്നത്. ഇന്ധനവില വർധനയും തിരിച്ചടിയാണ്. ദിവസം 10 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാന ചോർച്ചയ്ക്ക് അനുസൃതമായി സർക്കാർ ധനസഹായം നൽകേണ്ടി വരും. 3100 കോടിയാണ് KSRTCയുടെ നിലവിലെ കടബാധ്യത. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആകെ യാത്രക്കാരിൽ 40 മുതൽ 50% ഉള്ളതും സ്ത്രീകളാണ്. ഇത് പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് മുഴുവനായി പദ്ധതി നടപ്പിലാക്കിയാൽ 3.5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകും. സ്ത്രീകൾ കൂട്ടത്തോടെ ദീർഘദൂര യാത്രകൾക്കുൾപ്പെടെ KSRTC ബസ്സുകളെ ആശ്രയിക്കുന്ന നിലയുണ്ടാകുമെന്നും അധികൃതർ ആശങ്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാനാണ് ആലോചനകൾ നടക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കിയാൽ പ്രതിദിനം 90 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകൾ നിജപ്പെടുത്തണമെന്നും കിലോമീറ്റർ പരിധി വെക്കണമെന്നുമാണ് KSRTC അധികൃതർ ആവശ്യപ്പെടുന്നത്. കർണാടക മോഡലിൽ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നതെന്നാണ് സൂചന. അന്തർ സംസ്ഥാന ബസ്സുകളിലും AC ബസ്സുകളിലും ഒഴികെ സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ വരുന്ന ബാധ്യത സംബന്ധിച്ച് ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഗതാഗത മന്ത്രി ചുമതലയേറ്റ ശേഷം ഇതുവരെയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച ചെയ്താവും അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി 100 കോടിയോളം രൂപ സർക്കാർ മിക്ക മാസങ്ങളിലും KSRTCക്ക് നൽകുന്നുണ്ട്. പ്രതിദിനം 3 കോടിയുടെ ബാധ്യത വന്നാൽ പോലും സൗജന്യ യാത്രയ്ക്കായി 90 കോടി കൂടി അധികം നൽകേണ്ടി വരും. KSRTCക്ക് മറ്റു വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്താനുള്ള നീക്കത്തിലാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു.